കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷും ഹരീഷും മുറ്റത്ത് നിന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണേ ആ കാഴ്ച കാണുന്ന നിധി സുഭാഷ് ഏട്ടനെയും നികേഷിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കുക. എന്താ സുഭാഷ് ഏട്ടായി കാണുന്നത്? കുറച്ചു സമയം മുന്നേ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കിയവരാ. ഇപ്പോഴേ എന്ത് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കേ നികേഷും പറയുന്നുണ്ട്. ഏട്ടത്തിക്ക് ഇതെല്ലാം അത്ഭുതമായി തോന്നുന്നത്, ഞങ്ങൾക്ക് ഇതെല്ലാം ശീലമായി. ഇവരെപ്പോഴും ഇങ്ങനെയാ, വഴക്കുണ്ടാക്കുകയും ചെയ്യും, അതിൽ കൂടുതലായി സ്നേഹിക്കുകയും ചെയ്യുമെന്ന്. സുഭാഷും അപ്പോഴേക്കും പറയുന്നുണ്ട്, കുട്ടിക്കാലം തൊട്ടേ ഇവരിങ്ങനെയാ. ഇവരുടെ വഴക്ക് കണ്ട് നികേഷ് ടെൻഷനായി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറയും. കുറച്ചു കഴിയുമ്പോൾ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നതും കാണാം. കുട്ടിക്കാലത്ത് ഇവരൊന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്. പോകുന്ന വഴിയിലൊക്കെ ഇവർ വഴക്കടിക്കും. എന്നിട്ട് ഓരോ പരാതിയുമായി വീട്ടിലേക്ക് വരും. ഇവർ വലുതാവുമ്പോഴെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറയേ ചിരിയോടെ ഇവരുടെ കാര്യം കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് നിധി അവിടുന്ന് പോവുകയാ. സുധീഷ് അപ്പോഴേക്കും ഹരീഷിനോടായി താൻ ബാറിൽ പോയ കാര്യവും അച്ഛനെ കണ്ട് സംസാരിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. ആഹാ, ഇയാൾ കള്ളു കുടിക്കാനൊക്കെ പോയിരുന്നോ? കള്ളു കുടിച്ച് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. എന്നിട്ട് ഞാൻ നിങ്ങളെ വേർപിരിക്കാൻ ശ്രമിക്കുന്നു എന്നവൻ പരിഭവത്തോടെ പറയേ അത് വിട്ടേക്കട എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുധീഷ് നിധി പുതിയ സ്കൂട്ടർ ഓടിച്ചു വരുന്നത് സ്വപ്നം കാണുകയാ. ആ സന്തോഷത്തിൽ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡിയായി തുണിയിലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സുഭാഷിന്റെ അരിയിലേക്ക് ചെല്ലേ. എന്താ സുധീഷ്, ഇത്ര രാവിലെ തന്നെ റെഡിയായിരിക്കുന്നല്ലോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. നേരത്തെ ഉണർന്നു, അപ്പൊ പെട്ടെന്ന് റെഡിയായതാ. ഒരു ചൂടുള്ള ചായ കിട്ടുമെന്ന് സുധീഷ് ചോദിക്കേ ഈ തുണി ഒന്ന് വിരിക്കട്ടെ, എന്നിട്ട് ചായ ഇട്ടു തരാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഹരീഷ് ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നീ ഉറക്കം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു, അവനിപ്പോഴും ഉറക്കം കഴിഞ്ഞിട്ടില്ല, അതാണ് ഉറങ്ങുന്നതെന്ന് സുഭാഷ് ഏട്ടനും. അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ പോയി എഴുന്നേൽപ്പിക്കില്ലേ എന്ന് സുധീഷ് പറയുന്ന കേൾക്കെ എന്തിനാടാ സുധീഷേ എന്ന് സുഭാഷ് ഏട്ടനും. സുഭാഷ് ഏട്ടാ, ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അതാ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ വിളിക്കാനായി പോവുകയാ. സുധീഷ് ചെന്ന് താളത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ഹരീഷിനെ വിളിച്ചുണർത്തുമ്പോഴേക്കും അവൻ സുധീഷിനിട്ടൊരു ചവിട്ട് വെച്ചു കൊടുക്കുക. അവൻ കസേരയിലേക്ക് വീഴുകയാ. വീണ്ടും സുധീഷ് എഴുന്നേറ്റ് ഹരീഷിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അത് കാണെ സുധീഷ് ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്ന് അവന്റെ മുഖത്തേക്ക് തളിക്കുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് തെറി വിളിക്കാനായി തുടങ്ങുകയാ. സുധീഷ് അവനെ തടഞ്ഞ് നിധി ഉള്ളിലുണ്ട് ഹരീഷെ, ചീത്ത വിളിക്കല്ലെന്ന് പറഞ്ഞ് അവന്റെ അരികിലേക്കിരുന്ന് ഹരീഷ് എന്ന് സ്നേഹത്തോടെ വിളിക്കെ ഇത്ര രാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തിയത് എന്തിനാ? രാത്രി മുഴുവൻ ഓരോന്ന് സംസാരിച്ച് ഉറങ്ങാൻ വൈകിയതല്ലേ? എന്താ ഇയാൾക്ക് വേണ്ടതെന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. ഇന്നൊരു പുതിയ വണ്ടി നോക്കാമെന്ന് പറഞ്ഞതല്ലേ, വാടാ നമുക്ക് പോയി വണ്ടി നോക്കാമെന്ന് സുധീഷും പറയുക. ഏത് വണ്ടി എന്ന് സംശയത്തോടെ ഹരീഷ് ചോദിക്കേ. എടാ, രാത്രി സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വണ്ടി പോയി നോക്കാം വാ എന്ന് സുധീഷ് വിളിക്കേ. പറഞ്ഞിരുന്നു, അതിന് ഇത്ര കാലത്തെ വിളിച്ചുണർത്തണോ എന്ന് ഹരീഷ്. ആ വണ്ടി എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ആലോചിച്ച് എനിക്ക് രാത്രി ഉറക്കമേ വന്നില്ല. നിധി ആ സ്കൂട്ടി ഓടിച്ചു വരുന്നത് ഞാൻ സ്വപ്നവും കണ്ടെന്ന് സുധീഷ് പറയേ. സ്കൂട്ടി എങ്ങനെയാ? സ്കൂട്ടിയെ പോലെ തന്നെ ഉണ്ടാവും, അല്ലാതെ വിമാനം പോലൊന്നും അല്ലല്ലോ എന്ന് ഹരീഷും. നല്ല കോമഡി തന്നെ, ചിരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല, എണീറ്റ് വാ നമുക്ക് ആ വണ്ടി പോയി നോക്കാമെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. ഇത്ര രാവിലെ തന്നെ ഒരു വീടിന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല, നമുക്ക് വൈകുന്നേരം എങ്ങാനും പോയി നോക്കാം, ഇപ്പൊ എന്നെ ഉറങ്ങാൻ വീടെന്ന് പറഞ്ഞ് ഹരീഷ് കിടക്കാൻ തുടങ്ങുന്നേരം സുധീഷ് അവന്റെ പുതപ്പ് വലിച്ചെടുത്ത് എങ്ങോട്ടാടാ ഉറങ്ങാൻ പോകുന്നേ? നീ വൈകുന്നേരം പോയി വണ്ടി കണ്ട് അതിന്റെ കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ വണ്ടി വാങ്ങലെല്ലാം നടക്കുമോ എന്ന് സുധീഷ് ചോദിക്കും. ഇതെന്താ സുധീഷ് ഏട്ടൻ ഇന്ന് തന്നെ വണ്ടി വാങ്ങാൻ പോകുന്ന പോലെ സംസാരിക്കുന്നതെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കാമല്ലോ, വാടാ എഴുന്നേക്കടാ പോവാം നമുക്ക് എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വിളിക്കേ. അതിന്റെ ഓണറൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന് ഹരീഷ് പറയെ. ആ മൊബൈൽ എടുത്ത് അയാളുടെ നമ്പറിലേക്ക് വിളിക്കേ. അയാൾക്ക് വണ്ടി വിൽക്കണോ വേണ്ടയോ? അയാളെ വേഗം ഫോൺ വിളിച്ചു പറ, പെട്ടെന്ന് തന്നെ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് ചെന്ന് ബ്രഷ് ചെയ്യാനായി തുടങ്ങുന്ന ഹരീഷിന്റെ പുറകിൽ തന്നെ സുധീഷ് അവനെ നോക്കിക്കൊണ്ട് നിൽപ്പാം. ഹരീഷ് സാവധാനം ഉറക്കച്ചടവോടെ ബ്രഷ് ചെയ്യണ കണ്ട് എന്ത് പതിയെ ഇവൻ ബ്രഷ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് സുധീഷും അവന്റെ പുറകിൽ തന്നെ നിൽപ്പാം. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ഹരീഷും സുധീഷിനെ കാണാൻ എന്താ എന്റെ പിറകിൽ തന്നെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിക്കെ. എത്ര മെല്ലെയാണ് നീ ബ്രഷ് ചെയ്യുന്നത്? ഇങ്ങനെയാണെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആവുമല്ലോ, ഒന്ന് വേഗം തേക്കടാന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ബ്രഷ് വാങ്ങി അവനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക സുധീഷ്. പിന്നീട് മതി എന്ന് പറഞ്ഞ് അവന്റെ വായും മുഖവും കഴിവിച്ച് പെട്ടെന്ന് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് ബാത്റൂമിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോവുകയാ ഹരീഷും. സുധീഷും അവന്റെ പുറകെ ചെല്ലുമ്പോഴേക്കും എങ്ങോട്ടാ ഈ ഇടിച്ചു കയറി വരുന്നത്? എന്നാ പിന്നെ ഒരു ചെയർ എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കെ എന്ന് ഹരീഷ് പറയെ. പെട്ടെന്ന് വരുമല്ലോ അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇയാളൊന്ന് പോടോ എന്ന് പറഞ്ഞ് ഹരീഷ് ബാത്റൂമിന്റെ ഡോർ അടയ്ക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് വാച്ചിലേക്ക് നോക്കി, സമയം ഇത്ര ആയിട്ടും അവൻ ഇറങ്ങാനായിട്ടില്ലേ?
എന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടി. എടാ സമയം എത്രയായി, കഴിഞ്ഞല്ലേ ഇതുവരെ എന്ന് ചോദിക്കെ ഹരീഷും അവിടെ ഇരുന്ന് അവനെ ചീത്ത പിടിക്കുകയാണ്. വീണ്ടും സുധീഷ് അവിടെ നിന്ന് ഹരീഷിനെ ശല്യം ചെയ്യുമ്പോഴേക്കും അവൻ ഡോറിന് മുകളിൽ കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. വീണ്ടും സമാധാനമില്ലാതെ സുധീഷ് വാതിലിൽ മുട്ടിക്കൊണ്ട് മതിയടാ ഇറങ്ങടാ വാടാ വാടാ എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടി തട്ടി വിളിക്കുമ്പോഴേക്കും അകത്തുനിന്നും ശബ്ദമൊന്നും കേൾക്കാഞ്ഞേ സുധീഷ് വീണ്ടും ഹരീഷ് എന്ന് വിളിച്ച് വാതിലിൽ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഡോർ തുറന്ന് ഹരീഷ് പുറത്തേക്ക് ഇറങ്ങി, എന്തിനാടോ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഇയാളുടെ ശല്യം കാരണം പോയ കാര്യവും സാധിച്ചില്ല. എന്തിനാടോ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്ന എങ്ങനെ വരാനാ? മാറി നിൽക്കടോ അവിടുന്ന് എന്ന് പറഞ്ഞ് ഹരീഷ് പോകാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് വീണ്ടും പിടിച്ചു നിർത്തി. ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് കുളിച്ചിട്ട് വരാം, ടവൽ എടുക്കാൻ പോവുകയാണെന്ന് ഹരീഷ് പറയാം. എടാ ഹരീഷേ, നിന്നെ കാണാൻ സൂപ്പറാടാ, വൈകുന്നേരം കുളിക്കാം പോമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും ഹരീഷ് വീണ്ടും പോവാനൊരുങ്ങുന്ന കണ്ട് ഇനി ഇങ്ങോട്ടാ പോകുന്നതെന്ന് സുധീഷും. ഈ ടീഷർട്ടെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വരാം, ഇങ്ങനെയാണോ പോകുന്നതെന്ന് ഹരീഷ് ചോദിക്കേ. സുധീഷ് അവന്റെ ടീഷർട്ട് നോക്കി, ഹരീഷേ ഇതിനെന്താ ഇപ്പൊ കുഴപ്പം? സൂപ്പറായിട്ടുണ്ട്, സ്മാർട്ടായിട്ടുണ്ട്, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു വിളി. ദേഷ്യത്തോടെ സുധീഷിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഹരീഷ് അകത്തേക്ക് പോകേ. സുധീഷും അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. ഹരീഷ് റൂമിലേക്ക് കയറുമ്പോഴേക്കും പുറകെ വരുന്ന സുധീഷ് ഏട്ടനെ കണ്ട് ഇയാൾ ഇത് എങ്ങോട്ടാ വരുന്നേ? അകത്തേക്ക് കയറിയാ കൊന്നു കളയും ഞാൻ, ഇവിടെ നിൽക്കണോ എന്ന് പറഞ്ഞ് അവൻ ഡോറടയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് വാ ഹരീഷ് എന്ന് സുധീഷും വിളിച്ചു പറയുകയാണ്. മുഖത്തടിച്ച പോലെയാണല്ലോ ഡോറടച്ചത്, ഒരു വണ്ടിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കണം എന്ന് സ്വയം പറഞ്ഞ് വാച്ച് നോക്കി ടെൻഷനോടെ ഇരിപ്പാ സുധീഷ്. വീണ്ടും വാച്ചിലേക്ക് നോക്കി, സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ഡോറിൽ മുട്ടിക്കൊണ്ട് ഹരീഷേ പെട്ടെന്ന് വാടാ എന്ന് വിളിക്കേ. വരാമെന്ന് പറഞ്ഞില്ലേ, അകത്തേക്ക് വന്ന ഇയാളെ ഞാൻ കൊന്നു കളയും എന്ന് ഹരീഷ് വിളിച്ചു പറയേ. ശരി ശരി വേഗം വാ എന്ന് പറഞ്ഞ് പൂജ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെന്ന്, കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരീഷ് പെട്ടെന്ന് വെളിയിൽ വരണം, ഒരു നല്ല വണ്ടി തന്നെ കിട്ടണേ, അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. വീണ്ടും ഡോറിൽ ചെന്ന് തട്ടുകയാ സുധീഷും. സമയമായിട ഹരീഷേ, പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങ്, നീ എന്താടാ അവിടെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുക സുധീഷ്. അതിനിടയിൽ ഹരീഷും ഡ്രസ് എല്ലാം മാറി പുറത്തിറങ്ങുമ്പോഴേക്കും സുധീഷ് അവനെയും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നേരം സുഭാഷ് ഏട്ടൻ ചായയുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സുധീഷും, സുഭാഷ് ഏട്ടാ എത്ര മുമ്പേ ചായ ചോദിച്ചതാ, ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഒരു പ്രധാന കാര്യത്തിനായി പോവുകയാ, അത് കഴിഞ്ഞു കുടിക്കാമെന്ന് പറഞ്ഞ് ഹരീഷിനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നേരം എനിക്ക് ചായ കുടിക്കണമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ചായയൊക്കെ പിന്നെ കുടിക്കാം, അതെല്ലാം നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് സുധീഷ് അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്താടാ സുധീഷേ, ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽപ്പാ സുഭാഷും. പിന്നീട് ഹരീഷിന്റെ ബൈക്കിൽ അവർ രണ്ടുപേരും ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് എത്തുകയാണ്. സുധീഷും പെട്ടെന്ന് തന്നെ അവന്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങി, വാ വേഗം വന്ന് കട തുറക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോഴേക്കും വണ്ടി എന്താ ഉള്ളിലാണോ ഇരിക്കുന്നത്? ഓണറോട് കൊണ്ടുവരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും, ഒന്ന് അടങ്ങി നിൽക്കെന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ കട തുറക്കാനായി തുടങ്ങുമ്പോഴേക്കും പിന്നെന്തിനാടാ നീ ഈ ഷോപ്പ് തുറക്കുന്നതെന്ന് സുധീഷും. ഷോപ്പ് തുറക്കാതെ എങ്ങനെ വില പേശാനൊക്കെ പറ്റും, ഒന്ന് തുറക്കട്ടടോ എന്ന് പറഞ്ഞ് ഹരീഷും കട തുറക്കുകയാണ്. ഷോപ്പിന്റെ ഷട്ടർ പൊക്കിക്കൊണ്ട് ഹരീഷും പറയുന്നുണ്ട്, കുളിക്കാതെ ഇതുവരെ ഞാൻ കട തുറന്നിട്ടില്ലെന്ന്. എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടേ ഹരീഷേ? ഇനി നീ നോക്കിക്കോ, അടിക്കടി കുളിക്കാതെ ആവും കടയിലേക്ക് വരുന്നത്. എന്തായാലും നീ അഴുക്കിൽ കിടന്നല്ലേ ജോലി ചെയ്യുന്നത്, അതിന് നീ ഇനി കുളിച്ചാൽ എന്താ കുളിച്ചില്ലെങ്കിൽ എന്താ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും വണ്ടിയുമായി ഓണർ അങ്ങോട്ടെത്തുന്നുണ്ട്. അയാളും വണ്ടി കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട്, എടാ ഹരീഷേ എന്തിനാ ഇത്ര രാവിലെ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുക. ഹരീഷും സുധീഷിനെ പരിചയപ്പെടുത്തി, ഇതെന്റെ ചേട്ടൻ സുധീഷ്, വണ്ടി കാണണമെന്ന് പറഞ്ഞു, അതാ പെട്ടെന്ന് എടുത്തോണ്ട് വരാനായി പറഞ്ഞതെന്ന് ഹരീഷും പറയുകയാ. നിങ്ങൾക്കാണോ ഈ വണ്ടിയെന്ന് ഓണർ ചോദിക്കേ. എനിക്കല്ല സാർ, എന്റെ വൈഫിനാ എന്ന് സുധീഷ് പറയേ. നല്ല രാശിയുള്ള വണ്ടിയാ, എന്റെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച വണ്ടിയാ. 2 വർഷം അവൾ ഈ വണ്ടിയിലാ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ലാതെ വണ്ടി അവൾ ഭദ്രമായി സൂക്ഷിച്ചു. അവളുടെ കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയി. വണ്ടി വീട്ടിൽ വെറുതെ ഇരിക്കുകയാ. വീട്ടിൽ പാർക്കിങ്ങിനുള്ള സ്ഥലവും ഇത്തിരി കുറവാ. അതുകൊണ്ടാ ഹരീഷിനോട് ഇത് വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നത്. അപ്പോഴേക്കും വാങ്ങാനായി നിങ്ങൾ വന്നല്ലോ. നല്ല കണ്ടീഷൻ വണ്ടിയാ, സൂപ്പറാ എന്ന് പറയുമ്പോഴേക്കും അയാൾക്കൊരു കോൾ വരിക. നിങ്ങളൊന്ന് വണ്ടി നോക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അയാൾ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സുധീഷ് വണ്ടി ആകെ ഒന്ന് നോക്കുമ്പോഴേക്കും എന്താ വണ്ടി ഓക്കെ അല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. ഒരു സ്ക്രാച്ച് പോലും ആവാത്ത വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒടിഞ്ഞിരിക്കുകയാണല്ലോ, എന്താടാ ഇത് ഇത്രയും ഡാമേജ് ആയിരിക്കുന്നു? കണ്ട പുതിയ വണ്ടിയെ പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുക. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്, വണ്ടി നല്ല കണ്ടീഷനിലായിരിക്കുമെന്നാ പറഞ്ഞെന്ന് ഹരീഷും. അതുതന്നെയാണ് ഞാനും ഉദ്ദേശിച്ചെന്ന് സുധീഷ് പറയേ. അതല്ല, വണ്ടി നല്ല രീതിയിൽ ഓടും, അതാണെന്ന് ഹരീഷും. ഇതിലും മേലെ ഇനി പുതിയ വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ പോയി പുതിയതൊരെണ്ണം എടുത്തോ, രാവിലെ തന്നെ ആളെ മെനക്കെടുത്താനായിട്ട് എന്ന് ഹരീഷ് പറയേ. ശരി ശരി, ദേഷ്യപ്പെടാതെ ഹരീഷേ,
കാണുമ്പോൾ വണ്ടി പഴയതുപോലെയുണ്ട്. നിധിയുടെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ലോക്കലല്ലേ എന്ന് സുധീഷ് ചോദിക്കെ ഒരു പ്രശ്നവുമില്ല. ഇയാള് വണ്ടി വാങ്ങണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഇയാള് വേണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഞാൻ വേറെ ഏതെങ്കിലും നല്ല പാർട്ടിക്ക് കൊടുത്തോളാമെന്ന് ഹരീഷും. നിൽക്കടാ, വണ്ടി കണ്ടാൽ അറിയില്ലല്ലോ, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. ഞാനൊരു റൗണ്ട് ഓടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടിയും എടുത്ത് പോവുകയാ. റൗണ്ട് അടിച്ചു കഴിഞ്ഞ് സുധീഷ് വന്ന് വണ്ടിയൊക്കെ ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഓണറും അങ്ങോട്ടെത്തുകയാണ്. എന്താ സുധീഷേ, വണ്ടിയെല്ലാം ഓടിച്ചു നോക്കിയോ എന്നയാൾ ചോദിക്കേ. ഓടിച്ചു നോക്കി, വണ്ടിയൊക്കെ നല്ലതാ. എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കേ. ഒരു 50,000 തന്നാൽ വണ്ടി തരാമെന്ന് അയാളും. 50,000മോ? കുറച്ച് കൂടുതലല്ലേ, കുറച്ചുകൂടെ എന്ന് സുധീഷ് വിലവെച്ചുമ്പോഴേക്കും ഹരീഷിന് വേണ്ടി അയാൾ ഒരു 5,000 രൂപ കുറച്ചു കൊടുക്കുകയാ. ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാ, വണ്ടി സൂപ്പറാണ് എന്ന് ഓണർ പറയേ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കുക സുധീഷ്. ഒരു 45,000 ഒക്കെ കൊടുക്കണോ എന്ന് സുധീഷ് ചോദിക്കേ. കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ വണ്ടി നേരത്തെ ഓടിച്ചു നോക്കിയതാ. ആദ്യം ഇത് വാങ്ങിക്കൊടുക്ക്, പിന്നീട് നമുക്ക് പുതിയതൊന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് ഹരീഷ് പറയേ. സുധീഷ് ആലോചനയോട് നിൽക്കണ കണ്ട് എന്നാ പിന്നെ ഇത് വിട്ടേക്ക്, നമുക്ക് പുതിയ വണ്ടി വാങ്ങാം എന്ന് ഹരീഷ് പറയേ. അത് വേണ്ട, ഈ വണ്ടി ഓക്കെയാ, ഇന്ന് തന്നെ കൊണ്ടുപോകാമോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇന്ന് തന്നെ കൊണ്ടുപോകാനോ? ക്യാഷ് കയ്യിലുണ്ടോ? 45,000 രൂപ കൊടുക്കണം, വെറുതെ അങ്ങോട്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയാം. അതെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിക്കോളാം, നീ കൂടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ് സുധീഷ് ഓണറുടെ അടുത്തേക്ക് ചെന്ന് ഓണറോട് ഞങ്ങൾക്ക് വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞ് അഡ്വാൻസായി ഒരു 10,000 രൂപ കൊടുക്കുകയാ. അദ്ദേഹം അത് വാങ്ങിക്കാതെ ആലോചനയോടെ നിൽക്കേ സുധീഷ് അയാളുടെ കയ്യിലേക്ക് അത് നിർബന്ധപൂർവ്വം വെച്ചു കൊടുത്ത് എണ്ണി നോക്കാനായി പറയുകയാ. അയാളത് എണ്ണി നോക്കി കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ബാക്കി ക്യാഷ് എപ്പോൾ തരുന്നോ അപ്പോൾ വണ്ടി എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നേരം സുധീഷ് വീണ്ടും അയാളെ പിടിച്ചു നിർത്തി. ബാക്കി ക്യാഷ് പെട്ടെന്ന് തന്നെ തന്നു തീർക്കാം, പക്ഷേ വണ്ടി ഇപ്പൊ തന്നെ വേണമെന്ന് അവൻ പറയുകയാ. അതെങ്ങനെ ശരിയാവും എന്നയാൾ ചോദിക്കേ. എന്താ ചേട്ടാ, ഹരീഷ് നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയല്ലേ, അവനെ വിശ്വസിച്ച് വണ്ടി തന്നുകൂടെ എന്ന് സുധീഷും. അതുകൊണ്ടല്ല, വെറും 10,000 തന്നിട്ട് എങ്ങനെ വണ്ടി തരാൻ കഴിയും? പകുതി ക്യാഷ് പോലും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ക്യാഷിൽ നിന്നും 5,000 കുറച്ചിട്ടാ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് അയാളും. എന്താ സാറേ, എന്റെ സിറ്റുവേഷനും കൂടി സാർ ഒന്ന് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എത്ര ആഗ്രഹത്തോടെയാ നിങ്ങളുടെ മകൾക്കൊരു വണ്ടി വാങ്ങിച്ചു നൽകിയത്, അതുപോലെ ഞാനും ഈ വണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു വാങ്ങുന്നതാ. എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ കൈയോടെ ഈ വണ്ടി കൊണ്ടുപോയി അവളുടെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തിയാൽ അവൾക്ക് വളരെയധികം സന്തോഷമാവും എന്ന് പറഞ്ഞ് ഹരീഷെ ഒന്ന് പറയടാ എന്ന് സുധീഷ് പറയേ. ഹരീഷും അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാ. അങ്ങനെ ഒടുവിൽ ഹരീഷിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അയാൾ സമ്മതിച്ച് ബാക്കി ക്യാഷ് എപ്പോ തരുമെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തരാമെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെച്ചാ എപ്പോഴാ എന്ന് അയാൾ. ഒരു 10-15 ദിവസം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. 10-15 ദിവസമോ എന്ന് അയാളും. 10-15 നാളെന്ന് പറഞ്ഞാ ഒരു 10-15 ദിവസത്തിനുള്ളിൽ ക്യാഷ് വരും. നാളെ ക്യാഷ് കയ്യിൽ കിട്ടിയാൽ നാളെ തന്നെ കൊണ്ടുതരാം, ഇല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നിടാം എന്ന് സുധീഷ് പറയേ. അധികം ദിവസമൊന്നും എടുത്തേക്കരുത്, പെട്ടെന്ന് തരാനുള്ള വഴി കണ്ടെത്ത്. ഹരീഷെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് സുധീഷിനോടായി വണ്ടിയുടെ ബാക്കി പേപ്പേഴ്സ് എല്ലാം ഹരീഷിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നും അവന്റെ കയ്യിൽ നിന്നും വാങ്ങണമെന്നും പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞു പോവുകയാണ് അയാൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷേട്ടാ പറഞ്ഞ പോലെ ഇയാൾ പണം കൊടുക്കുമല്ലോ അല്ലേ, അല്ലെങ്കിൽ അയാൾ എന്നെ കൊല വിളിക്കുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് കൊടുക്കാം, നീ വണ്ടി എടുക്ക്, നമുക്ക് പോവാമെന്ന് പറയേ ഹരീഷ് ഷോപ്പടച്ച് അവനെയും കൊണ്ട് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോവുകയാണ്. വീടിന്റെ ഗേറ്റിനടുത്ത് എത്തുമ്പോഴേക്കും സുധീഷ് ഹരീഷിനോട് വണ്ടി നിർത്താനായി പറഞ്ഞ് അതിൽ നിന്നിറങ്ങി വണ്ടി ഓഫ് ചെയ്ത് തള്ളിക്കൊണ്ടുവരാനായി പറയുന്നുണ്ട്. അതുകൾക്ക് ഹരീഷും ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ട് എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്, നിധിക്ക് വേണ്ടി ഇതുകൂടി ഒന്ന് ചെയ്യേ, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് സുധീഷ് പറയേ. ഹരീഷ് വണ്ടി ഉരുട്ടിക്കൊണ്ടുവരികയാ, കൂടെ സുധീഷും. അവൻ വണ്ടി മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോഴേക്കും കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിടാനായി പറയുക ഹരീഷ്. അതുകൾക്ക് ഹരീഷും ഒതുക്കി നിർത്തുമ്പോഴേക്കും സുഭാഷേട്ടനെ പോയി വിളിച്ചോണ്ട് വരാനായി പറയുന്നുണ്ട് സുധീഷ്. അത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും എന്താടാ നീ നോക്കി പഠിപ്പിക്കുന്നേ, പോയി സുഭാഷേട്ടനെ വിളിച്ചോണ്ട് വാടാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. ഇയാളുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി എന്നെ എന്ത് വേണേലും പറയാലോ എന്നൊക്കെ പിറുപിറുത്തോണ്ട് ഹരീഷും സുഭാഷേട്ടനെ വിളിക്കാനായി പോവുകയാ. സുധീഷും ആ വണ്ടി സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിധിക്ക് ആദ്യമായി താനൊരു വണ്ടി വാങ്ങിച്ചു, ഇനി ദിവസവും അവൾക്ക് ഇതിൽ പോയി വരാലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നിൽക്കുമ്പോഴാണ് സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അച്ഛൻ അങ്ങോട്ട് വരുന്നത്. പുതിയ സ്കൂട്ടിയെല്ലാം കണ്ട് ഒരു ബീഡി എടുത്ത് വലിച്ച് അച്ഛൻ അതിനടുത്തേക്ക് ചെന്ന് സുധീഷിനോടായി എന്തടാ പുതിയ വണ്ടിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, എനിക്കാണോ എന്ന് ചോദിക്കേ. ആ നിങ്ങൾക്കിപ്പോ തന്നത് തന്നെ എന്ന് പറയേ അച്ഛനും ബീഡി വലിച്ച് പുക ഊതി വിടുകയാ. നല്ലവണ്ണം ഊതി വിട്ടോ, നിധി കണ്ട അത് മതി, ഇവിടെ നിന്ന് ബീഡി വലിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ, കുറച്ച് അപ്പുറത്തേക്ക് മാറിപ്പോയി നിന്ന് വലിക്കേ എന്ന് പറയേ ഭാസ്കരനും അപ്പുറത്തേക്ക് മാറിപ്പോവുകയാ. അപ്പോഴേക്കും ഹരീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാ.
സുധീഷ് സുഭാഷ് ഏട്ടനെ സ്കൂട്ടർ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും സുധീഷേ പുതിയ വണ്ടിയോ എന്ന് സുഭാഷ് ഏട്ടനും. വണ്ടി എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കേ വണ്ടിയൊക്കെ നന്നായിട്ടുണ്ടെന്ന് സുഭാഷും. ഇത് വാങ്ങിക്കാനായാ ഞാനും സുധീഷും രാവിലെ തന്നെ പോയത്. ഇനി മുതൽ ഇതാണ് നമ്മുടെ നിധിയുടെ വണ്ടി. എങ്ങനെയുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കേ നന്നായിട്ടുണ്ടാ. അപ്പോഴേക്കും നീ അതങ്ങ് വാങ്ങിച്ചോ എന്ന് സുഭാഷ് സന്തോഷത്തോടെ ചോദിക്കേ. അതെ സുഭാഷ് ഏട്ടാ, ഇന്നലെ രാത്രി ഒരു വണ്ടി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. രാവിലെ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. പെട്ടെന്ന് തന്നെ വണ്ടി കാണണമെന്ന് പറഞ്ഞ് എന്നെ ഉറക്കമെഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വണ്ടിയുടെ ക്യാഷ് മുഴുവൻ കൊടുത്തിട്ടില്ല, അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും വണ്ടിയും എടുത്തിങ്ങ് പോന്നു എന്ന് ഹരീഷ് പറയേ. എന്താടാ സുധീഷേ, ഇതിനു വേണ്ടിയാണോ രാവിലെ ഇത്ര നേരത്തെ കുളിച്ചൊരുങ്ങി പോയത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കും. അതെ സുഭാഷ് ഏട്ടാ, നിധിക്ക് പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വാങ്ങി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇവനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ രാവിലെ തന്നെ പോയി കണ്ട് കൈയോടെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടു വന്നു. വണ്ടി എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ്. നികേഷും വണ്ടിയിൽ കയറിയിരുന്നു നോക്കിക്കൊണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയേ. എത്ര ക്യാഷ് ആയി എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. 45,000 പറഞ്ഞത്. ഇപ്പോ അതിൽ 10,000 രൂപ കൊടുത്തു, ബാക്കി കൂടി കൊടുക്കണമെന്ന് ഹരീഷ് പറയേ. അതെല്ലാം നമുക്ക് കൊടുക്കാം ഹരീഷ് എന്ന് സുധീഷും പറയുക. കൊടുക്കാം എന്നല്ല, കൊടുക്കണം എന്ന് ഹരീഷ് പറയേ. ഞാൻ കൊടുത്തോളാം എന്ന് സുധീഷും. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും നമ്മുടെ നിധിക്ക് വേണ്ടിയല്ലേ നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സുഭാഷ് ഏട്ടാ, ഞാൻ തന്നില്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ തരും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. എന്താ അപ്പോ സുഭാഷ് ഏട്ടൻ കൊടുക്കേണ്ട ആവശ്യം എന്ന് ഹരീഷും ചോദിക്കുക. അവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങുന്ന കണ്ട് അത് വിട്ടേക്കിടാ, അതെല്ലാം നമുക്ക് നോക്കാമെന്ന് സുഭാഷ് ഏട്ടനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഏട്ടാ നിധി റൂമിലല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നു. അതെ, അവൾ റൂമിലുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സൂപ്പർ, അവൾക്ക് സർപ്രൈസ് ആയി വണ്ടി കാണിച്ചു കൊടുക്കണം. നികേഷേ, നീ ഒരു പട്ടു തുണിയെടുത്ത് ഈ വണ്ടിയെ പൊതിഞ്ഞു വെക്കണം. ഞാൻ പോയി നിന്റെ ഏടത്തിയെ കൂട്ടിക്കൊണ്ടുവരാം. അവൾ ഈ വണ്ടി കണ്ട് അത്ഭുതപ്പെടണം എന്ന് പറയേ. സുധീഷ് ഏട്ടാ ഞാനും വരാമെന്ന് നികേഷ് പറയുന്നുണ്ട്. എന്തിനാടാ, എനിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാ കിട്ടിയിരിക്കുന്നത്. അത് പൊളിക്കാനാണോ നിന്റെ പ്ലാൻ? ഇത് എന്റെ സർപ്രൈസാ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടെ നിധിയെ വിളിക്കാനായി അകത്തേക്ക് കയറി പോവുകയാണ്. സുധീഷ് നിധിയുടെ ഡോറിനടിയിലേക്ക് ചെന്ന് ഡോറിൽ മുട്ടിക്കൊണ്ട് നിധി എന്ന് വിളിക്കുമ്പോഴേക്കും ദാ വരുന്നു എന്ന് നിധിയും വിളിച്ചു പറയുന്നുണ്ട്. പിന്നീട് നിധി പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്താ എന്ന് ചോദിക്കേ. ഒന്നുമില്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സുധീഷും. എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കേ. ഇപ്പോഴേത് പറഞ്ഞ സർപ്രൈസ് അല്ലാതാവില്ലേ, കണ്ണ് മൂടിയിട്ട് വായെന്ന് സുധീഷ് പറയേ. എന്തിനാ സുധീഷേ, എന്ത് സർപ്രൈസ് ആയെന്ന് നിധി വീണ്ടും ചോദിക്കുക. എന്റെ കൂടെ ഒന്ന് വാ നിധി പ്ലീസ്. 2-3 മിനിറ്റ് കൊണ്ട് നിധിക്ക് തന്നെ അറിയാലോ. നിധി കണ്ണടച്ചു വായെന്ന് സുധീഷ് പറയേ. നിധി കണ്ണടച്ചു പിടിക്കുക. അതുകൊണ്ട് സുധീഷും ഇത് പോരാ, നിധി ചിലപ്പോ കണ്ണു തുറന്നു നോക്കും, അതുകൊണ്ട് ഞാൻ നിധിയുടെ കണ്ണു മൂടി തരാമെന്ന് പറഞ്ഞ് അവൻ കൈകൊണ്ട് ചെല്ലുമ്പോഴേക്കും നിധിയും തടഞ്ഞ് ഹലോ എന്താ ഇത് എന്ന് ചോദിക്കേ. അല്ലെങ്കിൽ ഇയാള് കണ്ണു തുറന്ന് നോക്കിയാലോ എന്ന് സുധീഷും. ഞാൻ കണ്ണു തുറന്നൊന്നും നോക്കില്ല, ശരി വാ പോകാമെന്ന് നിധി വിളിക്കും. അത് സമ്മതിച്ച് അറ്റ്ലീസ്റ്റ് കയ്യിലെങ്കിലും ഒന്ന് പിടിച്ചു, ഇല്ലെങ്കിൽ തട്ടി തടഞ്ഞ് എവിടെയെങ്കിലും വീഴും എന്ന് സുധീഷ് പറയേ. കണ്ണു തുറന്നു വന്നാൽ എന്താ കുഴപ്പമെന്ന് നിധിയും. പ്ലീസ് നിധി, അതൊരു സർപ്രൈസ് ആണെന്ന് സുധീഷ് പറയേ. ശരി ഞാൻ വരാം, ഉമ്മറത്തെ പടിക്കെട്ടിലെത്തുമ്പോ ഒന്ന് കൈ തന്നാ മതി എന്ന് നിധി പറയേ. അത് സമ്മതിച്ച് ശരി കണ്ണടക്കേ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോവുകയാ സുധീഷ്. അങ്ങനെ കണ്ണടച്ചു പിടിച്ച് നടന്ന് നിധി ഉമ്മറത്തെത്തുമ്പോഴേക്കും പടിക്കെട്ടിറങ്ങാൻ തുടങ്ങി. വീഴാൻ പോയ അവൾ സുധീഷിന്റെ കൈ തണ്ടയിൽ പിടിക്കുകയാണ്. അത് കണ്ട് സുധീഷും പ്രണയത്തോടെ അവളെ നോക്കുന്നുണ്ട്. അങ്ങനെ അവളെ മുറ്റത്തേക്ക് എത്തിച്ച് നിധി കണ്ണു തുറക്കല്ലേ, ഞാൻ പറയുമ്പോൾ മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറയേ. അവളും അത് സമ്മതിക്കുകയാ. സുധീഷിന് സർപ്രൈസ് നൽകിക്കൊണ്ട് സുഭാഷും ഹരീഷും നികേഷും സ്കൂട്ടിയുടെ മുന്നിൽ നിന്ന് മാറുമ്പോഴേക്കും അച്ഛന്റെ ഒരു പഴയ മുണ്ട് പുതച്ചിട്ട സ്കൂട്ടിയാണ് കാണുന്നത്. അത് കാണേ സുധീഷും ആകെ ടെൻഷനോടെ ഒരു പട്ടു തുണി കൊണ്ട് മൂടിയിടാൻ പറഞ്ഞിട്ട് ഒരു കീറിയ തുണി കൊണ്ടാണോ മൂടിയിട്ടിരിക്കുന്നേ എന്ന് മനസ്സിൽ പറയുമ്പോഴേക്കും ഞാൻ കണ്ണു തുറക്കട്ടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിധി തുറക്കല്ലേ, ഞാൻ പറയാതെ കണ്ണു തുറക്കല്ലേ. അങ്ങനെ തന്നെ നിൽക്കെന്ന് പറഞ്ഞ് സുധീഷ് ചെന്ന് എന്ത് സുഭാഷ് ഏട്ടാ ഇത്, ഈ തുണി കൊണ്ടാണോ മൂടി വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കേ. നീയല്ലേ ഒരു തുണി കൊണ്ട് മൂടി വെക്കാൻ പറഞ്ഞതെന്ന് സുഭാഷ് ഏട്ടൻ. അതിനെ കീറിയ തുണി കൊണ്ടാണോ മൂടിയിടാൻ പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കേ. കുറച്ചല്ലേ കീറിയിട്ടുള്ളൂ എന്ന് സുഭാഷ് ഏട്ടനും. പെട്ടെന്ന് ഇതേ കിട്ടിയുള്ളൂ, കണ്ണു തുറക്കുമ്പോൾ തന്നെ എടുത്തു മാറ്റില്ലേ, അത്രയല്ലേ ഉള്ളൂ എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ എന്തൊക്കെ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്നെന്ന് അറിയാമോ, എന്തിനാടാ ഇങ്ങനെയെല്ലാം ചെയ്തേ എന്ന് സുധീഷ് ഹരീഷിനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ഞാൻ കണ്ണു തുറക്കട്ടെ എന്ന് നിധിയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. 1 മിനിറ്റ് കണ്ണു തുറക്കല്ലേ എന്ന് സുധീഷ് വിളിച്ചു പറയുമ്പോഴേക്കും ഇല്ല ഞാൻ തുറക്കാൻ പോവാ എന്ന് പറഞ്ഞ് നിധി തുറക്കുന്നതും നികേഷ് ആ കീറിയ തുണി വലിച്ചു മാറ്റിയതും പെട്ടെന്നായിരുന്നു. നിധി അമ്പരപ്പോടെ സ്കൂട്ടിയും നോക്കി നിൽക്കണ കണ്ട് എന്തിനാടാ തുണി എടുത്ത് മാറ്റിയേ എന്ന് നികേഷിനോടായി സുധീഷ് ചോദിക്കുന്നുണ്ട്. കീറിയ തുണിയാണെന്നല്ലേ സുധീഷ് ഏട്ടൻ പറഞ്ഞത്, അതുകൊണ്ടാണ് എടുത്തു മാറ്റിയതെന്ന് നികേഷും. നിധിയും സന്തോഷത്തോടെ ആ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഹായ് പുതിയ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടി നോക്കി നിൽക്കേ. എങ്ങനെയുണ്ട് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നല്ല വണ്ടി, ആർക്കായി വണ്ടി, നികേഷ് നിനക്കാണോ എന്ന് നിധി ചോദിക്കേ. അല്ലെന്ന് നികേഷ്.
പിന്നീട് അവൾ സുഭാഷ് ഏട്ടനോടായി നിങ്ങൾക്കാണോ എന്ന് ചോദിക്കേ അയ്യോ എനിക്കല്ല എന്ന് സുഭാഷ് ഏട്ടനും. പിന്നെ ആർക്കായി വണ്ടി എന്ന് നിധി സംശയത്തോടെ ചോദിക്കേ ഹലോ നിധിക്കായി വണ്ടി എന്ന് സുധീഷും. നിധിയും അമ്പരപ്പോടെ എനിക്കോ എന്ന് ചോദിക്കേ അതെ ഈ വണ്ടി നിധിക്കാ എന്ന് പറഞ്ഞ് അവന് വണ്ടിയുടെ ചാവി നിധിയുടെ കയ്യിലേക്ക് നീട്ടുമ്പോഴേക്കും സത്യമാണോ എന്ന് നിധി വീണ്ടും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതെ നിധി സത്യമാ, പാവം നിധി എന്നും ബസ്സിൽ കയറിയിറങ്ങി കഷ്ടപ്പെടുകയല്ലേ. തക്കലയിൽ എത്ര സൗകര്യത്തോടെ ജീവിച്ചവളാ. അത്രയും സൗകര്യമൊന്നും തരാൻ പറ്റില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു വണ്ടി വാങ്ങിച്ചു. ഇനി മുതൽ നിധിക്ക് ഈ വണ്ടിയിൽ സന്തോഷത്തോടെ ജോലിക്ക് പോയിട്ട് വരാം. ഇത പിടിക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ചാവി അവളുടെ നേരെ നീട്ടെ. നിധി അത് വാങ്ങിക്കാതെ ടെൻഷനോടെ നിൽക്കുകയാ. അത് കണ്ട് സുഭാഷ് ഏട്ടനും എന്താ മോളെ അവൻ ആഗ്രഹിച്ച് ഒരു വണ്ടി വാങ്ങാൻ പോവില്ലേ എടുത്തോടിക്കെന്ന് സുഭാഷ് ഏട്ടൻ പറയാ. വണ്ടി വാങ്ങിക്കാൻ പോവുകയല്ല വാങ്ങി എന്ന് സുധീഷും തിരുത്തെ. അതെ സുധീഷ് വാങ്ങിച്ചു എന്ന് സുഭാഷ്. നിധി വീണ്ടും ടെൻഷനോടെ ഇപ്പൊ എനിക്കെന്തിനാ ഈ വണ്ടി എന്ന് ചോദിക്കേ. നിധി എതിർത്തൊന്നും പറയണ്ട, ആദ്യം ഈ വണ്ടി ഒന്നെടുക്ക്, ഇതാ ചാവി എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും നീട്ടെ. നിധി വീണ്ടും ചാവി വാങ്ങിക്കാതെ ടെൻഷനോടെ നിൽപ്പാ. അവളോട് വണ്ടി എടുക്കാനായി സുഭാഷും നികേഷും എല്ലാം പറയുന്നുണ്ടെങ്കിലും അവളുടെ പരുങ്ങലയോടുള്ള ആ നിൽപ്പ് കണ്ട് എന്താടാ ഹരീഷേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. തനിക്കറിയില്ലെന്ന് അവനും. അച്ഛനും കുറച്ച് അപ്പുറത്ത് മാറി ബിടി വലിച്ചുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാ. വണ്ടി ഓടിച്ചു നോക്കുന്ന സുഭാഷേട്ടനും പറയും. ഒരു പരുങ്ങലോടെ സുഭാഷേട്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല സുഭാഷേട്ടാ എന്ന് നിധിയും. അത് കേൾക്കെ ഞെട്ടലോടെ വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞു നിൽപ്പാ സുധീഷും. എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കുമ്പോഴേക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല ഓടിക്കാൻ അറിയില്ലെന്ന് അവളും. അത് കേൾക്കെ നികേഷും എടുത്തി ഇതെല്ലാം ഈസിയാണ്, നമ്മൾ സൈക്കിൾ ഓടിക്കില്ലേ അതുപോലെ വിചാരിച്ചാൽ മതി, കുറച്ചുനാൾ ഓടിച്ചാ അതങ്ങ് ശീലമായിക്കോ എന്ന് പറയേ. ഇല്ലടാ എനിക്ക് സൈക്കിളെ ഓടിക്കാൻ അറിയില്ല എന്ന് പരുങ്ങലോടെ നിധി പറയുക. അത് കേൾക്കെ സുധീഷും പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്താ നിധി പറയുന്നത്, സൈക്കിൾ ഓടിക്കാൻ വരെ അറിയില്ലേ എന്ന് ചോദിച്ച് വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് കേട്ടോ ഹരീഷേ സൈക്കിൾ ഓടിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് നിർത്താതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താ നിധി വണ്ടി ഓടിക്കാൻ അറിയില്ല ഇയാൾക്ക് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. അറിയില്ല അതിനിപ്പോ എന്തു വേണം എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. സുധീഷും ചിരിയടക്കിക്കൊണ്ട് അല്ല വാ തുറന്ന തക്കല വരെ എത്തും. എന്താ ഇയാൾ പറഞ്ഞത്, ഇൻഡിപെൻഡന്റ് വുമൺ, ഞാൻ തന്നെ എല്ലാ കാര്യവും ചെയ്തോളാം, ആരുടെയും സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതല്ലേ, വണ്ടി കൂടി ഓടിക്കാൻ അറിയില്ലേ, പിന്നെ എങ്ങനെ ഇയാൾ ഇൻഡിപെൻഡന്റ് ആവുന്നേ എന്ന് ചോദിച്ച് വീണ്ടും ചിരിയോടെ എന്തൊക്കെയാ അയാൾ പറഞ്ഞത്. ആദ്യം ഒരു സ്കൂട്ടർ വാങ്ങും, പിന്നെ ഒരു കാറ് വാങ്ങും, എന്നിട്ട് കോൾഡ് കോഫിയും കുടിച്ച് മഴയത്തൂടെ കാർ ഓടിച്ചു പോവും. എന്തൊക്കെ ആഗ്രഹങ്ങളാ പറഞ്ഞത്, പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് മാത്രം പറഞ്ഞില്ല എന്ന് ചോദിച്ച് സുധീഷ് വീണ്ടും പരിഹസിച്ച് ചിരിക്കുകയാ. അത് കാണേ നിധിയും ദേഷ്യത്തോടെ മതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയേ. സുധീഷേ മതി പരിഹസിക്കാതെടാ എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. ഇല്ല സുധീഷേട്ടാ ഞാൻ ഇവളെ പറ്റി എന്തൊക്കെയാ വിചാരിച്ചത്, ഒരു ലോറി കൊണ്ടുവന്ന് കൊടുത്താൽ പോലും അസാധ്യമായി ഓടിച്ചു പോകുമെന്നാ വിചാരിച്ചത്, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ചിരിയടക്കിക്കൊണ്ട് ശരി അത് വിട്ടേക്ക്, ഞാൻ തന്നെ ഇയാളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും, വണ്ടിയിലേക്ക് കയറ്, വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം, കയറിയിരിക്കുന്ന സുധീഷ് പറയുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാ നിധിയും. ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിന്നാ വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഓടിച്ച് പ്രാക്ടീസ് ചെയ്താലേ വണ്ടി ഓടിക്കാൻ കഴിയൂ, വണ്ടി കയറ് പോയി പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. സുധീഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നികേഷേ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് നിധി ചോദിക്കുക. അറിയാമെന്ന് നികേഷ് പറയേ. നീ എന്നെ പഠിപ്പിക്കാമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. പഠിപ്പിക്കാമെന്ന് നികേഷ് പറയേ. എന്താ നിധി ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് സുധീഷും. അതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്, ഞാൻ നികേഷിന്റെ അടുത്തുനിന്ന് പഠിച്ചോളാം, നികേഷേ നീ വണ്ടി എടുക്കടാ എന്ന് നിധി പറയേ. സുധീഷിന്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിച്ച് എടുത്തി അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ സ്കൂട്ടിയുടെ പുറകിലേക്ക് കയറ്റി സുധീഷിന് രൂപയായി പറഞ്ഞ് അവളെയും കൊണ്ട് പോവുകയാ നികേഷ്. അവൾ പോകുന്നത് നോക്കി ടെൻഷനോടെ നിൽപ്പാ സുധീഷും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.